ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത് മടക്ക് ചപ്പാത്തിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണിത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മടക്ക് ചപ്പാത്തി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു മടക്ക് ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആശീർവാദിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ ഇത്രയും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു 1/4 കപ്പെങ്കിലും ചേർത്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് നല്ല ലെയറായിട്ട് ഇത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്കൊരു 3/4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കണ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു മടക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ലെയറൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യമേ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ഒരു മാവ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലോ അതല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ട് ഈ ഒരു മാവ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ എത്രത്തോണ്ട് നന്നായി കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മടക്ക് ചപ്പാത്തി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ല ലെയറോട് കൂടിയിട്ടുള്ള മടക്ക് ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. പിന്നെ ഇത് നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാം. അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ഇത് കൊടുത്തു വിടാം. പിന്നെ മൈദ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള കാരണം എപ്പോഴും വേണ്ട കേട്ടോ, വല്ലപ്പോഴൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് ഉച്ച ആകുമ്പോഴേക്കും ഡ്രൈ ആയിട്ടൊന്നും പോവില്ല. ഉച്ച ആകുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാവും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ വെക്കാവുന്നതാണ്. ഞാനിവിടെ 1 മണിക്കൂറാണ് വെക്കുന്നത്. അപ്പോൾ 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലോണം തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം മാവ് നല്ലോണം തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാവ് ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എത്രത്തോണ്ട് മാവ് എടുത്തിട്ടാണ് ഇതുപോലെ ചെയ്യാറ് അതേ അളവിൽ തന്നെ മാവ് എടുത്താൽ മതി. പിന്നെ ചിലരൊക്കെ പറയണ കേൾക്കുക ചപ്പാത്തി നല്ല ഷേപ്പിൽ ഉണ്ടാക്കാൻ അറിയില്ല എന്ന്. പല ഷേപ്പിലൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഉണ്ടാവുക എന്നൊക്കെ. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുളകളാക്കിയിട്ട് വെക്കാം. ഇപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഉരുളകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആകെ അങ്ങനെ ക്രാക്കുകളൊക്കെ വീണിട്ടുണ്ടെന്ന്. അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ആകെ അങ്ങനെ ഷേപ്പ് ഇല്ലാണ്ടൊക്കെ നമുക്ക് കിട്ടണത്. അപ്പോൾ ആ ഒരു ക്രാക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ അങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് മെനക്കെട്ട പണിയാണെന്ന്. പക്ഷേ അല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രാക്കുകളൊന്നും വിടാണ്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല ഷേപ്പോട് കൂടിയിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ചപ്പാത്തി പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി കുറച്ച് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കണ പോലെ പരത്തിയെടുക്കാം.
ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യുടെ പകരം നിങ്ങൾക്ക് ബട്ടറാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ ബട്ടർ തേച്ച് കൊടുത്താലും മതി. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മൈദപ്പൊടിയോ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം വേണം പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു സൈഡൊന്ന് മടക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് പിന്നെ ഈ രണ്ട് തലയും കൂടിയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് കുറച്ച് ഗോതമ്പ് പൊടി കൂടെ ഇട്ടിട്ട് വീണ്ടും നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. രണ്ടാമത് നമ്മൾ മടക്കിയിട്ട് പരത്തുമ്പോൾ കുറച്ച് കനത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. എന്നാലാണ് ആ ഒരു കറക്റ്റ് ലെയറിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഒത്തിരി കനത്തിലാക്കരുത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും വെന്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ച് കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് പരത്തിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാതും ഞാനിവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ടിട്ട് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് തുടങ്ങും. എന്നിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. വേണമെങ്കിൽ കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. എന്നാലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മടക്ക് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മടക്ക് ചപ്പാത്തി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വീറ്റ് പൊറോട്ട ഒക്കെ കഴിക്കില്ലേ, അതേ ടേസ്റ്റാണ് ഇത് ഉണ്ടാവുക. നല്ല ലെയറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്